4 വയസ്സ് മുതൽ ചിത്രം വരയ്ക്കുകയും 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 42 ചിത്രങ്ങൾ വെച്ച് ആദ്യ ചിത്ര പ്രദർശനവും നടത്തി 10ാം വയസ്സിൽ മാക്സിമം റിയലിസ്റ്റിക് സ്കെച്ചസ് ആൻഡ് പെയിന്റിംഗ്സിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ അത്ഭുത ബാലൻ മഹേശ്വർ. ചിത്രകലാരംഗത്തെ മികവിന് സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം 2022 ലഭിച്ചിട്ടുള്ള ഈ മിടുക്കൻ വരച്ച ചിത്രങ്ങൾ കണ്ടാൽ നമ്മൾ തന്നെ അത്ഭുതപ്പെടും. ഇന്ന് ഈ മോന്റെ വിശേഷങ്ങളാണ്, കണ്ടാലോ? ഇതാണ് ചിത്രരചനയിലൂടെ നമ്മളെ അത്ഭുതപ്പെടുത്തിയ ബാലൻ. മോനെ പേര്? എൻ്റെ പേര് മഹേശ്വർ ടി എം. ഞാൻ കാർല സ്കൂളിലാണ് പഠിക്കുന്നത്. എനിക്കിപ്പോൾ 13 വയസ്സ്. 13 വയസ്സുണ്ട്. എത്ര വയസ്സ് തൊട്ടിട്ടാണ് മോൻ വരയ്ക്കാൻ തുടങ്ങിയത്? ഞാൻ ആദ്യം 4ാം വയസ്സ് തൊട്ടാണ് വരയ്ക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് മാധവി മുഖർജി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയുടെ പടമാണ് ഞാൻ ആദ്യമായിട്ട് വരച്ചത്. ഇതിനകത്ത് മധുവിൻ്റെ ഒരു ഫോട്ടോ ഭയങ്കരമായിട്ട് എല്ലാവരെയും ഒരു അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു മോൻ ചിത്രം വരച്ചത് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റോറി എന്തായിരുന്നു? അന്നല്ലേ ശരിക്കും നല്ലതായിട്ട് വരയ്ക്കും എന്നുള്ളത് കുടുംബക്കാരാണെങ്കിലും മനസ്സിലാക്കുന്നത്, വീട്ടുകാരൊക്കെ. അതെങ്ങനെയായിരുന്നു ആ ഒരു ചിത്രം വരച്ചത്? അത് ഞാൻ ആദ്യമായിട്ട് വരയ്ക്കുമ്പോൾ എനിക്ക് 6 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് കളർ പെൻസിലാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് 1ാം ക്ലാസ്സിലായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് കണ്ടപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നിയിട്ടുണ്ടായിരുന്നില്ലേ? ഇത്രയും ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നല്ല രീതിയിൽ വരയ്ക്കുന്നു എന്ന് തോന്നിയിട്ട്. അന്ന് തൊട്ടാണ് എനിക്കിങ്ങനെ ഒരു കഴിവ് ഉണ്ടായിരുന്നു എല്ലാവരും അറിയുന്നത്. ഇതിനു ശേഷം ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡിൽ വരെ ഇടം നേടിയിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായില്ലേ? എങ്ങനെയായിരുന്നു ആ ഒരു കോമ്പറ്റീഷൻ, അതിനകത്ത് ഇടം നേടാനായിട്ട് സാധിച്ചത്? അത് അവരുടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലെ ആൾക്കാർ എനിക്കൊരു 3 പടം തന്നു വരയ്ക്കാനായിട്ട് ലൈവായിട്ട്. അപ്പോൾ ഫസ്റ്റ് മദർ തെരേസ, പിന്നെ അബ്ദുൽ കലാം, പിന്നെ രവീന്ദ്രനാഥ ടാഗോർ, അങ്ങനെ 3 പടങ്ങൾ തന്നു. അങ്ങനെ ഞാൻ ലൈവായിട്ട് 1.5 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെ എടുത്ത് പടങ്ങൾ വരച്ചു. എല്ലാം ഗ്രാഫൈറ്റ് പെൻസിലാണ് വരച്ചത്. സ്റ്റോപ്പ് വാച്ചിട്ട് അവര് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ എല്ലാം? അതിനകത്ത് മോൻ ഇഷ്ടപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പിക്ചർ ഏതായിരുന്നു മോൻ വരച്ചതിൽ വെച്ചിട്ട്? എനിക്ക് സുഗതകുമാരി ടീച്ചറുടെ പടം നല്ല ഇഷ്ടമായിരുന്നു. അത് ടീച്ചറിന്റെ ഒരു കവിതയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡ്രോയിങ് ആയിരുന്നല്ലോ. ആ കവിത 2 വരി പാടാൻ പറ്റും? ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്നിത ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി, മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി. അടിപൊളിയായിട്ട് പാടുന്നുണ്ടല്ലോ. പാട്ടും കൂടെ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? ഈ വരച്ചതിൽ വെച്ചിട്ട് ഒരു പിക്ചർ കണ്ടിട്ട് ഓസ്ട്രേലിയയിൽ നിന്ന് വരെ വിളി വന്നു കേട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു സ്റ്റോറി ഒന്ന് പറയാമോ? അത് ഞാൻ 5ൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നുണ്ട്. അവിടുന്ന് എന്നൊരാൾ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ അവിടെ തന്നെ പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ പടങ്ങൾ ആൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ഇഷ്ടമായിട്ട് അങ്ങനെ വിളിച്ചതാണ്. അത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ആയിരുന്നു അല്ലേ? അത് കണ്ടിട്ട് അവര് വിളിച്ചതാണ്. അങ്ങനെ ഒരു കമ്പനിയിൽ നിന്നും വിളി വന്നിട്ടുണ്ടായിരുന്നില്ല? ഒരു ഷർട്ടിൽ വരച്ചിട്ടുള്ള ഒരു ഫോട്ടോ, ഒരു പിക്ചർ കണ്ടിട്ട് കമ്പനിയിൽ ജോലിക്ക് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ജോലിക്ക് വിളിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ചെറിയ കാര്യമല്ലല്ലോ. എന്താ മോന് ഫീൽ ചെയ്തപ്പോ? ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു? അറിയുന്ന പ്രായമായിരുന്നോ ആ സമയത്ത്? ഏകദേശം 8ൽ പഠിക്കുമ്പോഴാണ് അത് അറിയുന്നത്. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല ഇങ്ങനെയൊക്കെ വരുന്നത്. ഇനി എന്താ മോന് ആഗ്രഹം? ഒരുപാട് പിക്ചേഴ്സ് ഒക്കെ വരയ്ക്കണം എന്ന് ആഗ്രഹമില്ലേ? അപ്പോ ഇനി എന്താ ആഗ്രഹമൊക്കെ? ഒരു എക്സിബിഷൻ ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് എക്സിബിഷൻസ് ഒക്കെ നടത്തിയിട്ടില്ലേ? അത് എത്രാമത്തെ വയസ്സിലായിരുന്നു? അത് ഞാൻ ആദ്യം 6ൽ പഠിക്കുമ്പോ കാട്ടൂര് വെച്ചൊരു എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്. എത്ര പിക്ചേഴ്സ് ഉണ്ടായിരുന്നു അതിനകത്ത്? 130-120 ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു. അത് എക്സിബിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ അതിന് മുമ്പ് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ മുമ്പ് പഠിച്ചിരുന്ന സ്കൂളിൽ വെച്ച് ഒരു എക്സിബിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ 45 ചിത്രങ്ങളായിട്ട് ആണ് എക്സിബിഷൻ നടത്തിയത്. ഇതിനകത്ത് ഞാൻ നേരത്തെ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു, ചിത്ര ചേച്ചിക്ക് ആ ഒരു ഫോട്ടോ കൈമാറുന്നത്. അപ്പൊ ചിത്ര ചേച്ചിനെ കണ്ടപ്പോ ചിത്ര ചേച്ചി എന്താ പറഞ്ഞത്? അത് എന്തോരം പ്രായത്തിലുള്ളപ്പോ മോൻ വരച്ചൊരു ഫോട്ടോയാണത്, ഒരു പിക്ചറാണത്?
അത് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അത് വരച്ചിട്ടുള്ളത്. ചിത്ര ചേച്ചിനെ കണ്ടപ്പോൾ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു അത്. നല്ല സന്തോഷമായി അന്ന്. ചിത്ര ചേച്ചി എന്താ പറഞ്ഞത് മോനോട്? ഇത് മോൻ വരച്ചതാണോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അത്ഭുതപ്പെട്ട പോലത്തെ ഫീലിംഗ് ആയിരുന്നു. ഇപ്പൊ സ്കൂളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഇത്രയും അടിപൊളി ഫോട്ടോസൊക്കെ പിക്ചേഴ്സൊക്കെ കൊണ്ടുപോകുമ്പോൾ അവരൊക്കെ സംശയിച്ചിട്ടില്ലേ ഇത് മോൻ തന്നെയാണോ വരയ്ക്കുന്നത്? അതായത് അച്ചാച്ചനും ബാക്കിയുള്ള റിലേറ്റീവ്സും എല്ലാവരും വരയ്ക്കുന്നതാണ്. അത്രയും നന്നായിട്ട് വരയ്ക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ ഇതിനകത്ത് വേറെ ആരെങ്കിലും വരച്ചു തന്നിട്ട് മോൻ കൊണ്ടുപോകുന്ന ഫോട്ടോസ് പിക്ചേഴ്സ് ആണോ എന്നുള്ളത് സംശയിച്ചിട്ടില്ലേ ആളുകളൊക്കെ? അത് ഞാൻ കലോത്സവത്തിന് എനിക്ക് വാട്ടർ കളറിലും പെൻസിൽ ഡ്രോയിങ്ങിലും ഒക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ടീച്ചേഴ്സും എല്ലാവരും ഞാൻ ഇങ്ങനെ വരയ്ക്കണം എന്നുള്ളത് വിശ്വസിച്ച്. അതിനു മുമ്പൊക്കെ അച്ചാച്ചൻ എനിക്ക് ചെറുതായിട്ട് വരച്ചു തരണമെന്നുണ്ടായിരുന്നായിരുന്നു എല്ലാവരും വിശ്വാസം. അപ്പോൾ ഗുരുസ്ഥാനത്ത് ആരെയാ മോൻ കാണുന്നത്? അതെനിക്ക് ആദ്യമായിട്ട് പടം വരെ പഠിപ്പിച്ചു തന്നെ അച്ചാച്ചനാണ്. അച്ചാച്ചൻ്റെ പേര് രാജൻ. അച്ചാച്ചനാണ് എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ വരയ്ക്കണേൻ്റെ എല്ലാ ഇതുകളും തന്നിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഈ ഒരു പിക്ചേഴ്സ് ഒക്കെ വരച്ചിട്ട് അച്ചാച്ചൻ്റെ അടുത്ത് കാണിച്ചിട്ട് ചോദിക്കാറുണ്ടോ അഭിപ്രായം? ഇത് എങ്ങനെയാണ് ഇങ്ങനെ തന്നെയാണോ അച്ചാച്ച വരയ്ക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ടോ മോൻ? അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ അച്ചാച്ചൻ കുറേ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പറഞ്ഞു തരാറുണ്ട്. പിന്നെ ഞാൻ പരമാവധി അച്ചാച്ചൻ എന്നോട് പറയാറുള്ളത് പരമാവധി നന്നായിട്ട് വരയ്ക്കാനുള്ളതാണ്. അച്ചാച്ച നമസ്കാരം. നമസ്കാരം. മോന്റെ ഈ അച്ചീവ്മെന്റ്സ് ഒക്കെ കാണുമ്പോൾ ഒരുപാട് പ്രൗഡ് ഫീലിംഗ് തോന്നാറില്ലോ? ഒരുപാട് അഭിമാനം തോന്നാറില്ലേ? തീർച്ചയായിട്ടും. അതായത് വളരെ ചെറുപ്പത്തിലെ തൊട്ട് ഇവൻ എന്നെ തൃപ്തിപ്പെടുത്തി തുടങ്ങിയതാണ്. അത് ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതായത് ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ ഉപരി അതിനേക്കാൾ നന്നായിട്ട് അവൻ വർക്ക് ചെയ്തവരുണ്ട്. ഞാൻ ഈ പ്രായത്തിൽ ഞാനൊന്നും ഇങ്ങനെ വരച്ചിട്ടില്ല. പിന്നീട് ഞാൻ വരച്ചിരുന്നു എങ്കിലും ഇപ്പോൾ ഇവൻ വരച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലൊന്നും എത്താൻ എനിക്ക് അന്ന് സാധിച്ചിട്ടില്ല. അതിൻ്റെ സാഹചര്യങ്ങൾ വേറെ ആയിരുന്നു. ഇപ്പോൾ വരയ്ക്കാനുള്ള സാധനം മെറ്റീരിയൽസിൻ്റെ കുറവ് എല്ലാം കൊണ്ട് എനിക്കതിന് സാധിച്ചിട്ടില്ല. ഇവന് എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മോൻ വരയ്ക്കുന്ന പിക്ചേഴ്സൊക്കെ കണ്ടിട്ട് ആളുകൾക്ക് സംശയം തോന്നാറുണ്ട് ഇനി അച്ചാച്ചൻ എങ്ങാനും വരച്ചു കൊടുക്കുന്നതാണോ എന്നുള്ളതൊക്കെ. അതിനോട് അച്ചാച്ചൻ എങ്ങനെയാ പ്രതികരിക്കുന്നത്? ഇത് ചെറുപ്പത്തിലേ തന്നെ അത് സംഭവം നടന്നു. കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഇവൻ വരച്ചു കൊണ്ടുപോകുമ്പോൾ ടീച്ചേഴ്സ് അവിടുത്തെ ടീച്ചേഴ്സിന് വരെ വിശ്വാസം ഉണ്ടായില്ല. അങ്ങനെ ആദ്യത്തെ യുവജനോത്സവത്തിന് സ്കൂൾ കലോത്സവത്തിന് ഇവൻ വരച്ചു. പിന്നെ എണ്ണച്ചായത്തിൽ വാട്ടർ കളറിൽ 1ാം സ്ഥാനം കിട്ടി. അവിടെ അച്ചാച്ചന് പോയിരുന്നു വരയ്ക്കാൻ പറ്റില്ലല്ലോ മത്സരത്തിന്. അപ്പോഴാണ് ടീച്ചേഴ്സിന് പോലും അയ്യോ ഇത് അവൻ തന്നെയാണ് വരയ്ക്കണമെന്നുള്ളത്. പിന്നീട് അവരുടെ ആൾക്കാരുടെ സംശയമൊക്കെ തീർന്നു. പിന്നെ ഇവൻ ലൈവ് ചെയ്യാറുണ്ട് എക്സ്പ്രഷനൊക്കെ. അപ്പോൾ അത് സംശയം മാറിയിപ്പോൾ. ഇപ്പം ആർക്കും അങ്ങനെയില്ല. ഇപ്പം അങ്ങനെ ആർക്കില്ല. മാത്രമല്ല ഞാനിപ്പോൾ വരയ്ക്കാറുമില്ല. എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിപ്പോഴും ചില കാര്യങ്ങൾ ഇപ്പോൾ ചെറിയ കുട്ടിയല്ല എല്ലാം പൂർണ്ണമായിട്ട് എത്തിയിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ പല കാര്യങ്ങളും സംശയം വരും. അവൻ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞല്ലോ. ചെറിയ കുട്ടിയാണെങ്കിലും വരയ്ക്കുന്ന പിക്ചേഴ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്ന പിക്ചേഴ്സ് വരയ്ക്കാം. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോ അച്ചാച്ചന് ഇങ്ങനെ അല്ല അത് സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരുപാട് നല്ല ചിത്രങ്ങൾ വരയ്ക്കുന്ന കുട്ടികളെ ഞാൻ വേറെ ഇപ്പം എൻ്റെ ഇതിൽ തന്നെയുണ്ട്. അപ്പോൾ അവരുടെ ഒപ്പം തന്നെ ഇവരെത്തുന്നതിലുള്ളൊരു സന്തോഷം. അല്ലാണ്ട് അവരിലും മികച്ചു പോയെന്നൊന്നും ഞാൻ പറയില്ല. നന്നായിട്ട് വരയ്ക്കുന്ന കുട്ടികൾ ഇവനേക്കാളും ചെറിയ കുട്ടികൾ വരയ്ക്കുന്നവരുണ്ട്. അതോടൊപ്പം ചില കുട്ടികളെക്കാളും മികച്ചതായിട്ട് ഇവൻ ചെയ്യാറുണ്ട്. ചില കുട്ടികൾ ഇവനേക്കാളും നന്നായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുന്നത് ഇവനെ പോലെ തന്നെയാണല്ലോ എനിക്ക് മറ്റുള്ള കുട്ടികളും. അതെ അതെ അതെ. അച്ചാച്ചൻ ഏത് പിക്ചറാണ് മോൻ മഹേശ്വർ വരച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? മഹേശ്വർ വരച്ചതിൽ ഇതിപ്പോൾ റീസെൻ്റായിട്ട് വരച്ചിട്ടുള്ള കല്ല് പ്രതിമകളുണ്ട്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം അതിൻ്റെ വർക്കുകളൊക്കെ അതേ രീതിയിലായിരുന്നു. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ്. പിന്നെ ഒരു ആദിവാസി അക്രൈലിക്കിൽ ചെയ്തിട്ടുള്ളത് അത് രണ്ടും അതിപ്പോൾ വളരെ അടുത്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു ചിത്രം എന്ന് വെച്ചാൽ ഡാവിഞ്ചി മൊണാലിസ. അത് വളരെ റയറായിട്ടുള്ള ലോകത്തുള്ള ഏറ്റവും അപൂർവങ്ങളായിട്ടുള്ള 10 ചിത്രങ്ങളിലൊന്നാണ് അത് കോപ്പി ചെയ്തതാണ്. അത് വരച്ചിട്ടുണ്ട്. അത് നന്നായിട്ട്
തോന്നി എനിക്ക്. മറ്റുള്ളവർ വ്യൂവിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അച്ചാച്ചന്റെ മനസ്സിൽ മഹേശ്വർ ഏത് രീതിയിൽ വരണം എന്നാണ് ആഗ്രഹം? ഫ്യൂച്ചറിൽ അവൻ നല്ലൊരു ചിത്രകാരനാവണമെന്നുണ്ട്. പക്ഷെ ലൈഫ് ജോലി അത് മാത്രമായിട്ട് നമ്മുടെ കേരളത്തിൽ ജീവിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് അനുഭവമാണ്. ഞാൻ നാടുവിട്ട ആളാണ്. ചിത്രകലയും കൊണ്ട് നാടുവിട്ട് പോയ കക്ഷിയാണ്. നമ്മുടെ നാട്ടിൽ അതിനൊന്നും യാതൊരു സ്കോപ്പും ഇല്ല. പുറത്ത് പോകാൻ പറ്റണമെങ്കിൽ അങ്ങനെ ഇതായിട്ട് പോകാം. അല്ലെങ്കിൽ മറ്റൊരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തിട്ട് ഇത് ഒരു പാഷനായിട്ട് കൂടെ കൊണ്ടു നടക്കാമെന്ന് മാത്രം. ഇപ്പൊ പുറത്തേക്കൊക്കെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ, ജോലിക്കാണെങ്കിലും അങ്ങോട്ടേക്ക് ദത്തെടുക്കാന്ന് പറഞ്ഞിട്ട് പോലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അവനെ ഇപ്പം നമ്മൾ ദത്തെടുക്കാന്നിട്ട് വെറുതെ നമ്മൾ അവനെ വിട്ടിട്ട് കാര്യമൊന്നുമില്ല. നമുക്കും കൂടി ഒരു തോന്നൽ വേണ്ട. അവൻ പോയി കഴിഞ്ഞാൽ അവൻ സ്വന്തം ഇപ്പം അവൻ്റെ ക്യാരക്ടർ എനിക്കറിയാം നന്നായിട്ട്. അവന് ഞങ്ങളില്ലാണ്ട് പറ്റില്ല. എപ്പോഴും ഞങ്ങൾ താലോലിച്ചിങ്ങനെ കൂടെ നിൽക്കണേ. അവനെ ഞങ്ങൾ എങ്ങനെ പറഞ്ഞയക്കാനുള്ള കുറച്ചും കൂടി കഴിയട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമേ. പിന്നെ ഈ വര എന്തായാലും നഷ്ടപ്പെടില്ലല്ലോ. ഇനി കയ്യിൽ നിന്ന് പോവില്ല. കയ്യിൽ നിന്ന് പോവില്ല. അപ്പോൾ അവന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തിട്ട് അയിമരൊക്കെ ജീവിക്കട്ടെ. അപ്പൊ എല്ലാവിധ ആശംസകളും. ഒക്കെ വളരെ നന്ദി. താങ്ക് യു സോ മച്ച്.